ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. കുറേ തവണ വീഡിയോ എടുത്തു, ഒന്നും ശരിയായില്ല, എനിക്ക് മതിയായി. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് പെൻപാലും പിന്നെ ഒന്ന് ഗിവ് അവേ ആണ്. ഫസ്റ്റ് തന്നെ നമുക്ക് പെൻപാലിൻ്റെ വീഡിയോ കാണാം. എനിക്ക് ആകെ ഒരു റിക്വസ്റ്റ് ഉള്ളത്, പെൻപാലിൻ്റെ വീഡിയോയ്ക്ക് ശേഷമാണ് ഗിവ് അവേയുടെ റിസൾട്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടതിന് ശേഷം നമ്മുടെ ഗിവ് അവേ റിസൾട്ടിലോട്ട് പോവാം. അപ്പോൾ എന്തായാലും പെൻപാൽ വീഡിയോ ഫസ്റ്റ് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പെൻപാൽ ലെറ്റർ ഓപ്പൺ ചെയ്യാം. ഇത് കഴിഞ്ഞ ഒരു ഒക്ടോബർ 2-ാം തീയതിയൊക്കെ ആയിരുന്നു ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 1 മാസം എടുത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ പറ്റിയത്. വേറെ ഒന്നും കൊണ്ടല്ല, ഒന്നാമത് ഇത് കയ്യിൽ കിട്ടിയിട്ട് ഓപ്പൺ ചെയ്യാൻ നല്ലപോലെ വൈകിട്ടുണ്ടായിരുന്നു. കാരണം വീഡിയോ എടുക്കണമല്ലോ, പട്ടുള്ള കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത് ഞാൻ എഴുതിയ റിപ്ലൈ ലെറ്റർ നമ്മുടെ ഫസ്മിൻ അല്ലെങ്കിൽ വെൽവിഷറുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം വേണമല്ലോ എനിക്ക് ഈ വീഡിയോ ചെയ്യാനായിട്ട്. എന്തായാലും നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്ത സമയത്ത് ഈ 2 സാധനം വരുന്നുണ്ടായിരുന്നത്. ഈ ഒരു ലെറ്റർ എനിക്ക് അറിയാം കിട്ടുന്നുള്ളത്. മറ്റേ ബോക്സ് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ബോക്സ് ആയിരുന്നു ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. നോക്കിയപ്പോൾ നമ്മുടെ വെൽവിഷർ എയർ ഡ്രൈ ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ, അതിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കുറേ ക്ലേ വെച്ചിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളായിരുന്നു. സത്യം പറഞ്ഞാൽ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. നല്ല പേസ്റ്റൽ ഷെയ്ഡ് പോലെയായിരുന്നു. എനിക്ക് ഈ സ്ട്രോബെറിയുടെ സാധനമായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരെണ്ണവും കൂടെ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പെട്ടിയിൽ നിന്ന് ചാടിപ്പോയിട്ട് മറ്റേ വലിയ പെട്ടിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് പക്ഷേ ഞാൻ ലാസ്റ്റായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ലെറ്റർ ഓപ്പൺ ചെയ്യാം. ലെറ്റർ ഓപ്പൺ ചെയ്തപ്പോൾ ഫസ്റ്റ് തന്നെ ഈ 2 ബാഗും പിന്നെ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് വിട്ടാണ്. പക്ഷേ നമ്മുടെ ഈ കൊറിയറും ഷിപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഒരു പരുവാകുമല്ലോ. അപ്പോൾ അതാ ഗുഡീസും ലെറ്റേഴ്സും പിന്നെ ക്വസ്റ്റ്യൻസും ആയിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻസ് നമുക്ക് റാൻഡം ആയിട്ടുള്ള ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ലെറ്റർ ഓപ്പൺ ചെയ്യാം. ലെറ്റർ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, കാരണം നമുക്ക് പേഴ്സണലി എഴുതിയൊരു സംഭവമാണല്ലോ. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു അത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗുഡീസിനെ പറ്റിയിട്ട് എനിക്ക് ഒന്നും പറയാനില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം വീഡിയോസ് ഞാൻ വെൽവിഷറുടെ ഒക്കെ പണ്ട് മുതലേ കാണാറുള്ളതാണ്, പക്ഷേ അത് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അത് നമ്മുടെ ഫസ്മിൻ എന്ന് പറഞ്ഞാൽ ഫസ്മിൻ ചേച്ചിന്ന് വിളിക്കണോ, ഫസ്മിൻ താത്താന്ന് വിളിക്കണോ, അല്ല ഫസ്മിൻ എന്ന് വിളിക്കണോ, അല്ല വെൽവിഷർ വിളിക്കണോ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. ഞാൻ പണ്ട് മുതലേ വെൽവിഷർ എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ വെൽവിഷർ എന്ന് തന്നെ പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെൽവിഷറുടെ കൈപ്പുണ്യമാണോ അല്ല പെന്നിൻ്റെ മായാജാലമാണോ എന്നൊന്നും അറിയില്ല. കാണാൻ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. ഞാൻ വെറുതെ ഭയങ്കര ഭംഗി എന്ന് പറയല്ല, നേരിട്ട് കാണാൻ എന്തോ ഭയങ്കര ഒരു പ്രത്യേക ഫീൽ ഉണ്ടായിരുന്നു. അതിനകത്ത് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സും കുറേ പോസ്റ്റ് കാർഡ്സും സ്റ്റാമ്പ്സ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു. ഈ ഒരു പ്ലേ ബട്ടൻ്റെ സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഗോൾഡൻ പ്ലേ ബട്ടൺ എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും സ്വപ്നമാണല്ലോ. അപ്പോൾ അതിൽ സെൻറ്റൻസ് സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്ന് നമുക്ക് കിറിച്ച് പീൽ ചെയ്ത് ശരിക്കും സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന പോലെയായിരുന്നു ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും കളറും കാര്യങ്ങളൊക്കെ അടിച്ചതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് തന്നെ കിട്ടിയപ്പോൾ വെൽവിഷറുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പെന്നോ ഹൂ യൂസ് ചെയ്യുന്നതുകൊണ്ടാണോ അല്ല കൈപ്പുണ്യമാണോ എന്നറിയില്ല, ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു എന്നൊക്കെ വേണ്ടി ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റിക്കേഴ്സിൻ്റെ ഈ ഒരു സെറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവമാണ് നമ്മുടെ ചാടിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു റിപ്ലൈ ലെറ്റർ എഴുതാം. കയ്യിൽ കിട്ടിയിട്ട് ഏകദേശം ഒരു 2 വീക്സ് കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ വീഡിയോ എടുത്ത് സെൻഡ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം എനിക്ക് പെൻപാൽ എങ്ങനെ ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ല. എൻ്റെ ലൈഫിലെ ഫസ്റ്റ് പെൻപാലാണ്. അതുകൊണ്ട് തന്നെ എന്ത് ഡിസൈൻ ചെയ്യും, എങ്ങനെ ചെയ്യും എന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അവസാനം നോക്കി പിൻട്രസ്റ്റിൽ കുറച്ച് ഇൻസ്പോ ഒക്കെ നോക്കിയിട്ട് ഒരെണ്ണം ഓക്കെ സെറ്റ് ചെയ്ത് മതി എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്തു. പക്ഷേ ചെയ്ത് വന്നപ്പോൾ അതുപോലെയൊന്നും ആയില്ലെങ്കിലും അതിനേക്കാളും ബെറ്റർ ആയിട്ടായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു ബോക്സിൽ സെൻഡ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ലെറ്ററിന് എന്ത് സൈസ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഞാൻ ഇതിലല്ല സെൻഡ് ചെയ്തത്, കാരണം ബോക്സ് ഭയങ്കര വലുതായിരുന്നു. ആദ്യം നമുക്കൊരു എൻവലപ്പ് ഉണ്ടാക്കാം. എൻവലപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഒരു A4 ഷീറ്റോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള സൈസിലൊരു പേപ്പർ എടുക്കാം. ഇതേപോലെയാണ് ഞാൻ മടക്കി കൊടുത്തിട്ടുള്ളത്. ഞാനങ്ങനെ ഒരുപാട് നമ്മുടെ എന്താ പറയുക ശരിക്കും ഉണ്ടാക്കുന്ന എൻവലപ്പ് പോലെയൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല, കാരണം അതിനേക്കാളും കുറച്ചുകൂടെ രസം ഇതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. സൈഡ് ഒട്ടിക്കാനായിട്ട് ഞാൻ സെല്ലോ ടേപ്പാണ് യൂസ് ചെയ്തത്. കാരണം നമ്മൾ ഷിപ്പ് ചെയ്യണ സമയത്ത് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചില്ല, പശയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്രത്തോളം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന അറിയില്ല. അപ്പോൾ എങ്ങാനും ആ പശ വിട്ടുപോയി കഴിഞ്ഞാൽ ഉള്ളിലെ ലെറ്ററും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് ചാടുമല്ലോ. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഞാൻ സെല്ലോ ടേപ്പ് ആയിരുന്നു 2 സൈഡ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ സെല്ലോ ടേപ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ക്ലീൻ ലുക്കും ഉണ്ടായിരുന്നു. സെല്ലോ ടേപ്പ് അങ്ങനെ അറിയൂല്ലായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ എൻവലപ്പ്. പിന്നെ ഇത് ഡിസൈൻ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് എങ്ങനെ ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അവസാനം കുറച്ച് വാഷി ടേപ്സും അതും ഇതൊക്കെ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാം ഇങ്ങനത്തെ റെഡിമെയ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് വെച്ചല്ല ചെയ്തത്, നമ്മുടെ ഓണായിട്ടും കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ വാഷി ടേപ്പ് ഫസ്റ്റ് തന്നെ ഞാൻ ഈ 2 ഭാഗത്ത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ മൊത്തത്തിൽ അബദ്ധമായിരുന്നു. കാരണം ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ നിസ്സാരം, ഇപ്പം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്രയ്ക്കും നിസ്സാരത്തിൽ എനിക്ക് തുടങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു ക്യൂട്ട് ആൻഡ് മിനിമലൊക്കെ ആയിട്ടുള്ളൊരു എസ്തെറ്റിക്കിലായിരുന്നു ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പണി പാളിയത് എവിടെയാണെന്ന് വെച്ചാലും വെൽവിഷറിനോട് എനിക്ക് ഏറ്റവും അസൂയ തോന്നുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാലും ഇതേപോലെ കാലിഗ്രഫി പോലെ എഴുതുന്ന സംഭവമാണ്. എനിക്ക് കാലിഗ്രഫി പോലെ എഴുതാൻ അറിയില്ല. ഞാൻ ഫസ്റ്റായിട്ട് വെൽവിഷറുടെ വീഡിയോ കണ്ടിട്ട് തന്നെയായിരുന്നു അത് എഴുതാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. മീൻസ് താഴെ വരുമ്പോൾ കട്ടി കൂട്ടണം, മുകളിൽ പോകുമ്പോൾ കട്ടി കൂട്ടാൻ പാടില്ല, ആ ഒരു രീതിയിലായിരുന്നു എനിക്ക് അറിയണ ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് ഞാൻ അങ്ങനെയായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒട്ടിച്ച് വന്നപ്പോൾ എനിക്ക് എന്തോ ഒരു വശപശക് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ മനസ്സിൽ കണ്ട ആ ഒരു രൂപം വന്നിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഇതും 2 തവണ മാറ്റിയിട്ടൊക്കെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൽ ഡിസൈൻ ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ക്യൂട്ട് ക്യാരക്ടറായിരുന്നു ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കുറച്ച് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഈ ഫസ്റ്റ് മിൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്ന A4 ഷീറ്റിലായിരുന്നു. അപ്പോൾ ഞാൻ യൂസ് ചെയ്തത് ഒരു യെല്ലോയിഷ് ടിൻറ്റുള്ളൊരു എൻവലോപ്പായിരുന്നു. അപ്പോൾ രണ്ടും ഭയങ്കര ഡിഫറൻസ് തോന്നിയപ്പോൾ ഞാൻ ആ ഒരു ടിൻറ്റിലുള്ള പേപ്പറിൽ തന്നെ എഴുതി കൊടുത്തു. എന്നിട്ട് അത് ഒട്ടിക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ വരച്ച പിക്ചേഴ്സൊക്കെ ഭയങ്കരമായിട്ട് വലുതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അത് ഫസ്റ്റ് മുതൽ വരയ്ക്കാമെന്ന്. അതിന് മുമ്പ് എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇത് ഞാൻ ഇൻസ്പോ ഒന്നും എടുത്തില്ല. ഞാൻ പണ്ടൊരിക്കൽ ഇതേപോലെ പേരൊക്കെ റൈറ്റ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ചെറിയ സർക്കിൾസിൽ നമ്മുടെ ഓരോ ആൽഫബറ്റ് എഴുതിയിട്ട് ഇതേപോലെ ഒട്ടിക്കുക. ഇത് ഒട്ടിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. കാരണം എനിക്ക് മറ്റേത് ഒരു സാറ്റിസ്ഫാക്ഷൻ ഒട്ടും ഉണ്ടായിരുന്നില്ല. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോഴാണ് ഒരു സമാധാനം, ഇതിപ്പോഴായത് ഒരു പെൻപാലിൻ്റെ ഒരു രൂപത്തോടെ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ എത്രയൊക്കെ നല്ലതായിട്ട് കിട്ടിക്കഴിഞ്ഞാലും വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ കൈ ധരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബോർഡറൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും കുറച്ച് സ്റ്റിക്കറൊക്കെ വെട്ടി ഇതേപോലെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ എൻവലപ്പ്. ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല രീതിയിൽ കിട്ടി. പിന്നെ ഞാൻ ഒരു വെറൈറ്റി ഐഡിയ ആയിട്ട് ആലോചിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലെറ്ററും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും വെക്കണമായിരുന്നു. അപ്പോൾ ഇത് 3 എണ്ണം സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നതിന് പകരം എല്ലാം കൂടെ ഒറ്റൊരു സെറ്റ് പോലെ വെച്ചാലോ എന്നുണ്ടായിരുന്നു. അതായത് ഇതേപോലെ ഒരു 3 പോക്കറ്റ് ആക്കി വെച്ചിട്ട് അതിനകത്തോട്ട് സാധനങ്ങൾ ഇൻസേർട്ട് ചെയ്ത് വെച്ച് എങ്ങനെ ഉണ്ടാവും എന്നുണ്ടായിരുന്നു. ചെയ്ത് വന്നപ്പോൾ എൻ്റെ ആകെ ഈ 2 കളറിലുള്ള കളർ പേപ്പർ മാത്രം ആ ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഉള്ളത് കൊണ്ട് ക്രിസ്മസ് പോലെയെന്ന് കൊണ്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഇതേപോലെ 3 പോക്കറ്റായിരുന്നു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സൊക്കെ എഴുതാനായിട്ട് ഞാൻ ഒരുപാട് ആഡംബരം കാണിക്കാൻ നിന്നില്ല. കാരണം ഇതൊക്കെ രാത്രിയായിരുന്നു വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് കൂടുതൽ സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കിട്ടിയ സമയം കൊണ്ട് വേഗം നല്ല രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഡിസൈൻ ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു ബ്രൗൺ പേപ്പറും നമ്മുടെ നോർമൽ വൈറ്റ് പേപ്പറും എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് ഡിസൈൻ ചെയ്തിട്ട് ജസ്റ്റ് പേരൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് എഴുതാനായിട്ട് ഞാൻ അതിൽ ഡിസൈൻ ചെയ്യാനൊന്നും നിന്നില്ല. ജസ്റ്റ് നോർമലായിട്ടായിരുന്നു റൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ഭയങ്കരമായിട്ട് പ്ലെയിൻ ആയ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ഈ ഒരു ബണ്ണി ഡയറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഇതിലധികം ഡിസൈൻ ചെയ്യുന്നില്ല. കാരണം ഇങ്ങനെ കാണാനായിരുന്നു ഭംഗി. ഇനിയിപ്പോൾ ഞാൻ വല്ലതൊക്കെ ചെയ്ത് കുളം ആവണേനേക്കാളും നല്ലത് ഇതന്നെയാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി, ലെറ്ററിൽ എനിക്ക് അധികം കൺഫ്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനത്തെ ഒരു എസ്തെറ്റിക്കിൽ വേണമെന്ന് എനിക്ക് കുറച്ച് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് വേണം എന്നുള്ള ചെറിയൊരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഇതേപോലത്തെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇതേപോലെ റാൻഡമായിട്ടൊക്കെ ആയിരുന്നു ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആകെ എക്സ്റ്റേണലായിട്ട് ഈ വാഷി ടേപ്പൊക്കെ തന്നെ യൂസ് ചെയ്തിട്ടുള്ളൂ നമ്മൾ. പിന്നെ ഹായ് ഫസ്റ്റ് മിൻ എന്ന് പറഞ്ഞിട്ട് എഴുതി. ഇതെന്തോ എഴുതിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കാലിഗ്രഫി പോലും എഴുതാൻ കിട്ടില്ല. പക്ഷെ എന്നാലും ഇത് ഞാൻ എൻ്റെ പരമാവധി ശ്രമിച്ച് നല്ല രീതിയിലാക്കിയതാണ്. പിന്നെ ലെറ്ററൊക്കെ എഴുതാൻ തുടങ്ങി. ഞാൻ ലെറ്റർ എന്താണെന്ന് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ അത് ഇതേപോലെ മടക്കി ഉള്ളിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി നമുക്ക് കുറച്ച് ഗുഡീസ് കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ച ഈ ഒരു ഫയൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്താൽ യൂസ്ഫുൾ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗുഡീസും കാര്യങ്ങളൊക്കെ ഇതിനകത്തിട്ടിട്ട് അതങ്ങനെ സെൻഡ് ചെയ്താൽ പോലെ. കാരണം ഇനി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും ഒരു എൻവലോപ്പ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ വാഷി ടേപ്പ് ആയിരുന്നു കൊടുക്കാനുണ്ടായിരുന്നത്. വാഷി ടേപ്പ് ഇതേപോലെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ ഒട്ടിച്ചിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ പെൻപാൽ എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നത് പൊതുവേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കൺട്രീസിലുള്ള ആൾക്കാരായിരിക്കും ചെയ്യുക. അതായത് ഇപ്പോൾ അബ്രോഡുള്ള ആൾക്കാർ, ഇന്ത്യക്കാർ, അങ്ങനെയൊക്കെ. അതായത് നമ്മുടെ കൾച്ചറൽസും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക, നമ്മൾ കുറച്ചുകൂടെ പരിചയപ്പെടുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പെൻപാൽ ഉള്ളത്. അല്ലാതെ ഇതേപോലെ ഗുഡീസോ കയ്യിൽ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യണോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ലെറ്റർ ആയാലും നമുക്ക് പെൻപാലിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ കയ്യിൽ ഇങ്ങനത്തെ സപ്ലൈസ് ഒന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ആരും ചെയ്യാതിരിക്കുകയൊന്നും വേണ്ട. നമ്മുടെ കയ്യിലുള്ള എന്ത് വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. പിന്നെ എങ്ങനെയാണ് പെൻപാൽ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ ഓൺലൈനിലും അതിലും ഇതിലൊക്കെ ഇതുണ്ടാവുമല്ലോ. പക്ഷേ ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് നമുക്ക് അറിയുന്ന
കുറച്ചെങ്കിലും അറിയുന്ന ആൾക്കാരായിട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം ഇക്കാലത്ത് അങ്ങനെ ഭയങ്കര സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ അഡ്രസ്സ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അത്ര ശരിയല്ലല്ലോ. അപ്പോൾ അത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറേ ജേർണൽ സപ്ലൈസ് ആയിരുന്നു ഞാൻ ഗുഡീസായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ 2 സാധനം കൂടെ ബോക്സിലിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ബോക്സ് ഭയങ്കര വലുതായതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു വലിയൊരു എൻവലപ്പ് ഉണ്ടായിരുന്നു ബുക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അതിനകത്തായിരുന്നു ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്രയേ ഉള്ളൂ. അത് ഇൻസേർട്ട് ചെയ്ത് അടുത്ത ദിവസം തന്നെ ഞാൻ പോസ്റ്റ് ഓഫീസ് വഴിയായിരുന്നു സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വലിയ പ്രൊസീജിയറൊന്നുമില്ല. പോസ്റ്റ് ഓഫീസിൽ കൊടുത്തിട്ട് സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ നോർമൽ പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. ഇതൊക്കെയാണ് നമ്മുടെ ഗുഡീസ് എന്ന് പറയുന്നത്. ഇനിയാണ് നമ്മുടെ മെയിൻ പാർട്ട്, നമ്മുടെ ഗീവ് അവേ. ഇതൊക്കെ കണ്ടിട്ടാണ് ഗീവ് അവേ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ഗീവ് അവേയുടെ കാര്യം പറയാനാണെങ്കിൽ നമ്മുടെ 100K ഗീവ് അവേ ആയിരുന്നു. ഒരു 5 പേരായിരുന്നു നമ്മൾ വിന്നറായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റോറേജ് ബോക്സും ബാഗും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ 5 പേരെ റാൻഡമായിട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് സെലക്ട് ചെയ്യുക, കുറേ എല്ലാവരും ശരി ഉത്തരമെല്ലാം അയക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ റാൻഡമായിട്ട് സെലക്ട് ചെയ്യാനായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയാണ് സെലക്ട് ചെയ്തതെന്നുള്ളത് ഒരു 5 പേരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5 പേരെ എങ്ങനെ സെലക്ട് ചെയ്തതെന്നുള്ളത് ഞാൻ ഫസ്റ്റ് തന്നെ കാണിച്ചു തരാം. അതിനുശേഷം അതിലാർക്കാ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മൾ ആദ്യം 5 പേര് ആരാന്ന് നോക്കാം. വോയിസ് ഓവറിലൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് സംസാരിച്ചിട്ട് നേരിട്ട് സംസാരിക്കും കുറച്ച് ചത്ത പോലെയാണെങ്കിൽ ഒന്നും വിചാരിക്കേണ്ട. കുറേ തവണ വീഡിയോ എടുത്തിട്ട് ശരിയാവാണ്ട് അവസാനം മതിയായിട്ട് എടുത്താണ്. അപ്പോൾ എന്തായാലും നമുക്ക് 2720 പേരായിരുന്നു നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നമുക്ക് ആകെ 5 പേരെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഗിവ് അവേ കിട്ടാത്തവർ വിഷമിക്കേണ്ട. നമ്മൾ എങ്ങനെയാണ് ഗിവ് അവേ സെലക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റാൻഡമായിട്ട് ഇത്രയും നമ്പർ ഉണ്ടല്ലോ, അതായത് 2720 വരെയുള്ള നമ്പേഴ്സിൽ റാൻഡമായിട്ടുള്ള നമ്പർ പിക്കർ യൂസ് ചെയ്തിട്ട് നമ്പർ സെലക്ട് ചെയ്തിട്ട് അതിലാരാണോ വരുന്നത് അവരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം കൂടെ ഉണ്ട്, അവരെ സെലക്ട് ചെയ്തിട്ട് അതിൽ ഞാൻ അവർ കറക്റ്റായിട്ട് നമ്മുടെ ഗിവ് അവേ റൂൾസൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും നമ്പർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന സ്പിന്നറൊക്കെ ഭയങ്കരമായിട്ട് ക്രാഷ് ആയിട്ടുണ്ടായിരുന്നു. ആ വെബ്സൈറ്റ് ഒന്നും ഓപ്പണേ ആവുന്നുണ്ടായിരുന്നില്ല. അവസാനം ഒരെണ്ണം കണ്ടുപിടിച്ചു. അപ്പോൾ അതും നമ്മൾ കഴിഞ്ഞ തവണ ഗിവ് അവേ എങ്ങനെയാണ് സെലക്ട് ചെയ്തത് ആ രീതിയിൽ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ കുറച്ച് ടൈപ്പ് ചെയ്തിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ടൈപ്പ് ചെയ്തിടാൻ പറഞ്ഞതിൽ നിങ്ങൾ എന്താ പറഞ്ഞിട്ടുള്ളതെന്നും കൂടെ ഞാൻ കുറച്ച് കൺസിഡറേഷനിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗിവ് അവേയിൽ ഫസ്റ്റ് വിന്നർ ആരാന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഒരാളെന്ന് പറയുന്നത് 436 ആണ്. 436 ആരാന്ന് നമുക്ക് നോക്കാം. അതാരാന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഗ സിബീഷ് ആണ്. വൈഗ സിബീഷ് ഫ്രം എറണാകുളം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വിന്നർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ആളെന്ന് നോക്കാം. അടുത്ത ആൾ 267. അപ്പോൾ 5 പേരിൽ ആ ഒരാളെന്ന് പറയുന്നത് നമീക PV ആണ്. നമീക PV ഫ്രം കോഴിക്കോട്. പിന്നെ നമ്മുടെ അടുത്തൊരു വിന്നർ എന്ന് പറയുന്നത് 1003 ആണ്. 1003 ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യനന്ദ PV ഫ്രം തൃശ്ശൂർ. ഓക്കെ. ഇനി അടുത്ത നാലാമത്തെ ആളെന്ന് പറയുന്നത് 1929 ആണ്. 1929 എന്ന് പറയുന്നത് ഐഷാത്ത് തൻസീഹ. ഐഷാത്ത് തൻസീഹ ഫ്രം കാസർഗോഡാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് വിന്നറിനെ നോക്കാം. 1989 ആണ്. 1989 ആരാന്ന് വെച്ചാൽ അദീന TK ഫ്രം ആലപ്പുഴ. ഓക്കെ. 5 പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. 5 പേര് എന്താ എഴുതിയിട്ടുള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി 1 മണി 1:30 നോക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അപ്പം നിർത്തിയിട്ട് ഈ ദിവസമാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൽ ആർക്കാ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ളതൊക്കെ നോക്കിയത്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയാം. അപ്പം നിങ്ങൾ ആ 5 പേര് ആരാന്നുള്ളത് കണ്ടിട്ടുണ്ടാവും. ഇനി നമുക്ക് ആ 5 പേരിൽ ഞാൻ ആരെയാണ് ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്ത് നോക്കാം. ഞാനത് എങ്ങനെ സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, അവരെന്താ ടൈപ്പ് ചെയ്തതെന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അതല്ലാതെ അവരുടെ ഏജ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ ആ ഏജ് സ്പെസിഫിക് ആയിട്ട് കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പെൻസിൽ ബോക്സ് അല്ലെങ്കിൽ സ്കൂൾ ബാഗൊക്കെ കുറച്ചുകൂടി സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും കൂടുതൽ ഇഷ്ടം. എൻ്റെ ചാനൽ കുറേ ഏജിലുള്ള ആൾക്കാർ കാണാറുണ്ട്. ഇപ്പോൾ ഈ ഗിവ് അവേയിൽ തന്നെ 30+ ഏജുള്ള ആൾക്കാരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഏജ് ഞാൻ സ്പെസിഫിക്കലി കൊടുക്കാൻ പറഞ്ഞത് അങ്ങനത്തെ ഗിഫ്റ്റ് ആർക്ക് കൊടുക്കണം എന്ന് കുറച്ചെങ്കിലും ഒരു ഐഡിയ കിട്ടാനാണ്. അപ്പോൾ നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സ് 5 പേരെന്ന് പറയുന്നത് വൈഗ, നമീക, ആര്യനന്ദ, ഐഷത്ത്, അദീന. ഇത്രയും പേരായിരുന്നു നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സ് ഉണ്ടായിരുന്നത്. ഇതിൽ ഞാൻ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള രീതിയിൽ പറയാം. എനിക്ക് സത്യം പറഞ്ഞാൽ എന്തായിരുന്നു ഓർഡർ എന്ന് എനിക്കറിയില്ല. എന്നാലും ഫസ്റ്റ് ബാഗായിരുന്നു. ബാഗ് കിട്ടിയിട്ടുള്ളത് ഐഷാത്ത് തൻസീഹയ്ക്കാണ്. ഐഷാത്ത് തൻസീഹ ഫ്രം കാസർഗോഡ്. അവർക്കാണ് ബാഗ് കിട്ടിയിട്ടുള്ളത്. പിന്നെ സെക്കൻഡ് സ്റ്റോറേജ് ആയിരുന്നു. സ്റ്റോറേജ് കിട്ടിയിട്ടുള്ളത് ആര്യനന്ദ PV ഫ്രം തൃശ്ശൂർക്കാണ് സ്റ്റോറേജ് ബോക്സ് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ പെൻസിൽ ബോക്സ് ആയിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നു. പെൻസിൽ ബോക്സ് കിട്ടിയിട്ടുള്ളത്
നമീക PVക്കാണ്. ഞാൻ എന്തുകൊണ്ട് ലാസ്റ്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്കും ലാമ്പും തേർഡ് ഫോർത്ത് ഏതാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ക്ലോക്ക് കിട്ടിയിട്ടുള്ളത് വൈഗ സിബീഷിനാണ്, എറണാകുളത്തുള്ള വൈഗ സിബീഷിനാണ്. പിന്നെ നമ്മുടെ പിന്നെന്താ ലാമ്പ് കിട്ടിയിട്ടുള്ളത് അദീനയ്ക്കാണ്. അപ്പോൾ 5 പേര് ഇതൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഒരേ പേരിലുള്ള ആൾക്കാർ അതിൽ എൻട്രി ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ആയിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ആ സമയത്ത് ഞാൻ എന്താ ഡീറ്റെയിൽസ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. കിട്ടാത്തവർ വിഷമിക്കണ്ട, ഇനിയും നമുക്ക് ഗിവ് അവേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും ഒരുപാട് താങ്ക് യു. ഇനിയും ഇതേപോലെ തന്നെ സപ്പോർട്ട് കണ്ടിന്യൂ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.